സോ കമ്മിങ് ഓൺ ടു പാർട്ട് 2, ദറ്റ് ഈസ് ഡിസീസസ് ഓഫ് മസിൽസ്. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് സ്ലൈഡ്സേ ഉള്ളൂ, വളരെ കുറച്ച് നമുക്ക് പഠിക്കാനുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കമ്മിങ് ഓൺ ടു ഡിസീസസ് ഓഫ് മസിൽസിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷനാണ്. സോ ഇൻ ദ ക്ലാസിഫിക്കേഷൻ നമുക്ക് രണ്ടാക്കി തിരിക്കാം. അതായത് പ്രൈമറി മയോപ്പത്തീസ് എന്നും പറഞ്ഞിട്ട്, അതുപോലെ തന്നെ സെക്കൻഡറി മയോപ്പത്തീസ്. അത് മയോപ്പത്തീസ് എന്ന് ഉദ്ദേശിക്കുന്നത് മസിലായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസസിനെയാണ് മയോപ്പത്തീസ് എന്ന് പറയുന്നത്. അപ്പം മസിൽ പ്രൈമറി ആയിട്ട് ആദ്യം തന്നെ മസിലിൽ വരുന്ന ഡിസീസ് ആണെങ്കിൽ അതിന് പ്രൈമറി മയോപ്പത്തീസ് എന്ന് പറയും. ഓക്കെ, വേറെ പാർട്സ് ഓഫ് ദ ബോഡി ആയിട്ട് ഒരു റിലേഷനും വരുന്നില്ല. എന്നാൽ സെക്കൻഡറി മയോപ്പത്തീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസിലിൻ്റെ റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ മസിലിൻ്റെ റിയാക്ഷൻ ടു സം കൈൻഡ് ഓഫ് പ്രൈമറി എക്സ്ട്രാ മസ്കുലർ ഡിസീസ്. അപ്പോൾ മസിലിന് പുറത്ത് എക്സ്ട്രാ മസ്കുലർ ആയിട്ട് എന്തോ ഡിസീസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മസിലിൻ്റെ റിയാക്ഷനാണ് സെക്കൻഡറി മയോപ്പത്തീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് പ്രൈമറി മയോപ്പത്തി ആണോ സെക്കൻഡറി മയോപ്പത്തി ആണോ എന്നൊന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഇതും നമുക്കറിയണം. ഓക്കെ, ഓപ്ഷൻസിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈമറി മയോപ്പത്തീസിലാണ് ഡിസ്ട്രോഫീസ് വരുന്നത്, മയോട്ടോണിയാസ്, ഹൈപ്പോട്ടോണിയാസ്, മയസ്തീനിയ ഗ്രാവസ് ഒക്കെ വരുന്നത്, മയോസിറ്റിസ്, മെറ്റബോളിക് ഡിഫെക്ട്സ് ആൻഡ് മിസ്ലേനിയസ് പാർട്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ടൈപ്പാണ്, അതായത് സെക്കൻഡറിയിൽ വരുന്നതാണ് എട്രോഫി. ഓക്കെ, അപ്പോൾ എട്രോഫി എന്താണ്, ഹൈപ്പർട്രോഫി എന്താ, ഹൈപ്പർപ്ലേസിയ എന്താണെന്നൊക്കെ നമ്മൾ ബിനൈൻ ആൻഡ് മാലിഗ്നൻ ട്യൂമേഴ്സിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 1. അപ്പോൾ അത് ഓർമ്മയില്ലാത്തവർ അത് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എട്രോഫി, ഡീജനറേഷൻ, ഡിസ്യൂസ് ആൻഡ് ഫിക്സേഷൻ, ഓക്കെ, ആൻഡ് ഏജിങ് ആൻഡ് കെക്കെക്സിയ. അത് നിങ്ങൾക്ക് കെക്കെക്സിയ പറഞ്ഞതാണ് ഓൾറെഡി. ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത് വീക്ക്നെസ്സസ് വരുമ്പോഴാണ് കെക്കെക്സിയ എന്ന് പറയുന്നത്. ഹൈപ്പർട്രോഫി എന്താ, ഡെവലപ്മെൻറ്റൽ, ഫങ്ഷണൽ, എൻഡോക്രൈൻ, കെമിക്കൽ, വാസ്കുലർ ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്നതാണ് സെക്കൻഡറി മയോപ്പത്തീസ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ പ്രൈമറി മയോപ്പത്തീസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ തന്നെ നമുക്ക് MCQ ഓറിയൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത് മയോസ്തീനിയ ഗ്രാവസിനെ കുറിച്ചാണ്. ഓക്കെ, കമ്മിങ് ഓൺ ടു ഡിസ്ട്രോഫീസ്. ഫസ്റ്റ് വൺ ഡിസ്ട്രോഫി. ഡിസ്ട്രോഫിയിൽ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് പഠിക്കാനുള്ളത്. അതായത് ലീഷൻസ് സിവിയർ ആയിട്ട് ജനറലൈസ് ആയിട്ട് കാണുന്ന, അതായത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഫെമീലിയൽ മസ്കുലർ ഡിസ്ട്രോഫി, ആൻഡ് സെക്കൻഡ് വൺ ഇസ് മൈൽഡ് റെസ്ട്രിക്റ്റഡ് മസ്കുലർ ഡിസ്ട്രോഫി. ഓക്കെ, രണ്ടാണ്. ഓക്കെ, ഒന്ന് സിവിയർ ആണ്, ഒന്ന് മൈൽഡ് ആണ്. സിവിയർ ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സിവിയർ ജനറലൈസ്ഡ് ആയിട്ട് കാണുന്നതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡിസ്ട്രോഫീസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡിസ്ട്രോഫീസ് എന്ന് പറയുന്നത്, മസ്കുലർ ഡിസ്ട്രോഫീസ് എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള ജനറലൈസ്ഡ് ഫോമാണ്. എല്ലാവരും തെറ്റിക്കുന്നതാണ്. മൈൽഡും അതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും തെറ്റിച്ചിട്ട് മൈൽഡാണ് എപ്പോഴും മാർക്ക് ചെയ്യുക. മൈൽഡ് അല്ല, സിവിയർ ഫോമാണ് മോസ്റ്റ് കോമൺ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ വിച്ച് ഏജ് ഗ്രൂപ്പ്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിഫോർ ദ ഏജ് ഓഫ് 6 years, 6 വയസ്സിന് മുന്നെയാണ് കാണുക. അത് വളരെ ചെറിയ കുട്ടികളിലാണ് നമുക്ക് ഡിസ്ട്രോഫീസ്, സിവിയർ ഡിസ്ട്രോഫീസ് കാണുക. ആൻഡ് റെയർലി ആഫ്റ്റർ 15 years. ഓക്കെ, 15 yearsന് ശേഷം വളരെ കുറവായിരിക്കും. സോ ഏജ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് സെറം ക്രിയാറ്റിനൈൻ ഫോസ്ഫോകൈനീസ് ലെവൽ. ഓക്കെ, അത് മെയിൻലി മെയിൽസിലും എഫക്റ്റഡ് ആവുന്നുണ്ട്, ഫീമെയിൽസിലും എഫക്റ്റഡ് ആവുന്നുണ്ട്. ഫീമെയിൽസ് മോസ്റ്റ്ലി കാരിയേഴ്സ് ആയിട്ടാണ് വരിക. അപ്പോൾ മെയിൽസിൽ എഫക്റ്റഡ് ആണെങ്കിലും ഫീമെയിൽ കാരിയർ ആണെങ്കിലും ദ മോസ്റ്റ് കോമൺലി സീൻ ആയിട്ടുള്ള ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സെറം ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനീസ് ലെവൽ, CPK ലെവൽ വിൽ ബി എലിവേറ്റഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അപ്പോൾ 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡിസ്ട്രോഫി എന്ന് പറയുന്നത് സിവിയർ ജനറലൈസ്ഡ് ഫോമാണ്, സീൻ ഇൻ ചിൽഡ്രൻ ബിലോ 6 years ആണ്, റെയർലി ആഫ്റ്റർ 15 years, ആൻഡ് സെറം ക്രിയാറ്റിൻ ഫോസ്ഫോകൈനീസ് ലെവൽ വിൽ ബി എലിവേറ്റഡ്. ആൻഡ് കമ്മിങ് ഓൺ ടു സെക്കൻഡ് വൺ, മൈൽഡ് ആയിട്ടുള്ള ഫോം. മൈൽഡ് ഫോം ഇസ് ഓൾസോ ഫെമീലിയൽ തന്നെയാണ്, ഹെറിഡിറ്ററി ആണ്. അപ്പോൾ അത് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡറാണ്, അത് ഓർത്ത് വയ്ക്കുക. ആൻഡ് ലോക്കലൈസ്ഡ് ആയിരിക്കും, ഏതെങ്കിലും പെർട്ടിക്കുലർ മസിലിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ആണ് ഓർ ലോക്കലൈസ്ഡ് ആണ്. ടു ക്രോമസോം ബാൻഡ്, ഏത് ബാൻഡാണ്? 4q35 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് MCQ ഓറിയൻറ്റ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടൂ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മയോട്ടോണിയാസിനെ കുറിച്ചാണ്. അപ്പോൾ മയോട്ടോണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ നമ്മൾ കോൺട്രാക്ഷൻ ചെയ്തു, ഓക്കെ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി, പക്ഷേ മസിൽ തിരിച്ച് റിലാക്സ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഫെയിലിയർ ഓഫ് മസിൽ റിലാക്സേഷൻ ആഫ്റ്റർ സെസേഷൻ ഓഫ് ദ വോളണ്ടറി കോൺട്രാക്ഷനെയാണ് എന്ത് വിളിക്കുക? മയോട്ടോണിയാസ് എന്ന് വിളിക്കുക. വേറെ നമ്മൾ ഡിസ്ട്രോഫീസ് പഠിച്ചു, ഡിസ്ട്രോഫീസ് നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോൾ ഡിസ്ട്രോഫീസ് എന്തായിരുന്നു? ആക്ച്വലി മസിൽ ഡീജനറേറ്റ് ആയി പോവാണ്, മസിൽ അതിൻ്റെ ഫങ്ഷൻസ് ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഡീജനറേറ്റ് ആയി പോകുന്നതിനാണ് ഡിസ്ട്രോഫീസ് എന്ന് പറയുന്നത്. അത് 2 തരത്തിൽ നമ്മൾ പഠിച്ചു. മയോട്ടോണിയാസ് എന്ന് പറയുന്നത് 3 types ഉണ്ട്. ഡിസ്ട്രോഫിക് കൈൻഡ് ഉണ്ട്, കഞ്ചനൈറ്റൽ കൈൻഡ് ഉണ്ട്, എക്വയർഡ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കഞ്ചനൈറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതിൻ്റെ അതർ നെയിം ഉണ്ട്, തോംസൺസ് ഡിസീസ് എന്നാണ് പറയുന്നത്. സോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇതുവരെ ചോദിച്ചിട്ടില്ല, ബട്ട് ജസ്റ്റ് നോട്ട് ഡൗൺ. മയോട്ടോണിയാസിൽ തന്നെ കഞ്ചനൈറ്റൽ ഫോം ഇസ് നോൺ എസ്
തോംസൺസ് ഡിസീസ്. ആൻഡ് എക്വയർഡ് മയോട്ടോണിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ അതിനെ പറയാം. അതായത് ഇപ്പോൾ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ എപ്പോഴും ഇല്ല എന്നാൽ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. മസിൽ കോൺട്രാക്റ്റ് ആയി കഴിഞ്ഞ് പിന്നെ വീണ്ടും തിരിച്ച് റിലാക്സ് ആവാത്തതിന് നമ്മൾ മയോക്ലോണിക് കോൺട്രാക്ഷൻസ് എന്ന് വിളിക്കാം. അല്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഇതുപോലെ തന്നെയാണെങ്കിൽ അതിനെ മയോട്ടോണിക് കോൺട്രാക്ഷൻസ് എന്ന് വിളിക്കാം. മയോക്ലോണിക്കും മയോട്ടോണിക്കും അങ്ങനെ രണ്ടാക്കി നമുക്ക് തിരിക്കാം. ക്ലിയർ? അപ്പോൾ ഫെയിലിയർ ഓഫ് മസിൽ റിലാക്സേഷൻ ആഫ്റ്റർ സെസേഷൻ ഓഫ് വോളണ്ടറി കോൺട്രാക്ഷനെയാണ് മയോട്ടോണിയാസ് എന്ന് പറയുന്നത്. അത് 3 ഫോംസ് ഉണ്ട്. അതിൽ കൺജനൈറ്റൽ ഫോമാണ് തോംസൺസ് ഡിസീസ്. എക്വയർഡ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ഇൻ്റർമീഡിയൻ്റ് ആയിട്ടാണ് നമുക്ക് നടക്കുന്നതെങ്കിൽ മയോക്ലോണിക് കോൺട്രാക്ഷൻസ് എന്നും, അതുപോലെ പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഉള്ളതാണെങ്കിൽ മയോട്ടോണിക് കോൺട്രാക്ഷൻസ് എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മയസ്തീനിയ. ഓക്കെ, അതിൽ നമ്മൾ പഠിക്കുന്നതാണ് മയസ്തീനിയ ഗ്രേവിസ് അല്ലേ. അപ്പോൾ മയസ്തീനിയ എന്ന് പറയുന്നത് എബ്നോർമൽ വീക്ക്നെസ് ആൻഡ് ഫെറ്റീഗ് ഇൻ മസിൽ ഫോളോയിങ് ആക്ടിവിറ്റി. നമ്മൾ എന്ത് കുഞ്ഞു കാര്യം ചെയ്താലും മസിലിന് ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്നു. ഓക്കെ, എബ്നോർമൽ ആയിട്ടുള്ള വീക്ക്നെസ്സസ് ആൻഡ് ഫെറ്റീഗ് കാണിക്കുന്നതിനാണ് മയസ്തീനിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. മയസ്തീനിയ ഗ്രേവിസ്, ഫെമീലിയൽ ആയിട്ട് വരുന്ന പീരിയോഡിക് പാരാലിസിസ്. ഓക്കെ, അപ്പോൾ മസിൽ ഫുൾ വീക്കായിട്ട് പാരാലിസിസ് തന്നെ സംഭവിക്കുകയാണ്. അത് ഹെറിഡിറ്ററി ആണ്. അപ്പോൾ അതിനെ ഫെമീലിയൽ പീരിയോഡിക് പാരാലിസിസ് എന്ന് വിളിക്കും. ആൻഡ് ലാസ്റ്റ് ഉണ്ട് ആൽഡോസ്റ്റിറോണിസം. ഓക്കെ, അപ്പോൾ അതിൽ മയസ്തീനിയ ഗ്രാവിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. സോ മയസ്തീനിയ ഗ്രാവിസ് മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ എത്തിയോളജി, അതിൻ്റെ ടൈപ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ട് അത്രയേ ഉള്ളൂ നമുക്ക് ഡിസീസ് ഓഫ് മസിൽസിൽ പഠിക്കാനായിട്ട്. ഓക്കെ, അത്ര മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. കുറേ നമ്മൾ ബ്രെയിനിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്കളക്റ്റ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. സോ മയസ്തീനിയ ഗ്രാവിസ് പഠിക്കുമ്പോൾ നമുക്ക് അത് അറിഞ്ഞിരിക്കേണ്ടത് എക്വയർഡ് ആയിട്ട് കിട്ടുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ തന്നെ സെല്ലുകൾ നമുക്ക് എഗെയിൻസ്റ്റ് തന്നെ വർക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ സോൾജേഴ്സാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി സെൽസ് തന്നെ നമ്മുടെ ബോഡിക്ക് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദേ ക്യാരക്ടറൈസ് ക്ലിനിക്കലി ബൈ വീക്ക്നെസ് ഓഫ് സ്കെലിറ്റൽ മസിൽസ് ആൻഡ് ഫെറ്റീഗബിലിറ്റി ഓഫ് സ്ട്രൈറ്റഡ് മസിൽസ് ഓൺ എക്സേർഷൻ. മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന മസിൽസ് എന്ന് പറയുന്നത് സ്ട്രൈറ്റഡ് മസിൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം സ്മൂത്ത് മസിൽസ് ഉണ്ട്, സ്ട്രൈറ്റഡ് മസിൽസ് ഉണ്ട്, കാർഡിയക് മസിൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ സ്കെൽറ്റൽ മസിൽസാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നവർ. മസിൽ മൂവ്മെൻറ്റ്, ഓരോ മോഷൻസിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്കെൽറ്റൽ മസിൽസാണ് ഇവിടെ എഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ ജനറേറ്റ് ആവുന്ന ആൻറ്റിബോഡീസ്, അപ്പോൾ അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് MCQ പഠിക്കേണ്ടത്. ആൻറ്റിബോഡീസ് വിച്ച് ആർ വിത്തിൻ അവർ ബോഡി ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എന്താണ്, അസറ്റൈൽ കൊളിൻ റിസെപ്റ്റർ. അപ്പോൾ നമുക്കറിയാം നെർവും മസിലും തമ്മിലൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ, അപ്പോൾ നെർവ് പറയും മസിലിൻ്റെ അടുത്ത് സമയമായി പോയിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഒരു ജംഗ്ഷനിൽ ആ ഹെൽപ്പ് ചെയ്യുന്ന മെസ്സഞ്ചറാണ് അസറ്റൈൽ കൊളിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അസറ്റൈൽ കൊളിൻ്റെ റിസെപ്റ്റർ, അസറ്റൈൽ കൊളിൻ പോയിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഒരു റിസെപ്റ്റർ ഉണ്ട്. ആ റിസെപ്റ്ററിനെയാണ് ആൻറ്റിബോഡീസ് ഇവിടെ തകർക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റിബോഡീസ് ആർ ഡിസ്ട്രോയിങ് ദ അസറ്റൈൽ കൊളിൻ റിസെപ്റ്റർ. സോ അസറ്റൈൽ കൊളിൻ റിസെപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അസറ്റൈൽ കൊളിൻ എന്ന് പറഞ്ഞ മെസ്സഞ്ചറിന് പോയിട്ട് നെർവിൽ നിന്ന് മസിലിൻ്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ അല്ലേ, വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു റിസെപ്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ദർ ഇസ് വീക്ക്നെസ്സസ് ഓഫ് ദ മസിൽ. അപ്പോൾ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, എക്വയർഡ് ആണ്. ഓക്കെ, അതിന് 2 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സ്, സ്റ്റെഡ്ലി പ്രോഗ്രസീവ് ടൈപ്പും റെമിറ്റിംഗ് റിലാപ്സിങ് ടൈപ്പ്. അതായത് സ്റ്റെഡ്ലി പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഡിസീസിൻ്റെ സിവിയറിറ്റിയിലേക്ക് എത്തും. വേറെ റെമിറ്റിംഗ് റിലാപ്സിങ് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസീസ് വരും, പിന്നെ വീണ്ടും അത് റെമിഷൻ, കുറച്ച് നാളത്തേക്ക് നമുക്ക് കുറച്ച് ക്യൂർ ഉണ്ടാവും, കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവും, പിന്നെ വീണ്ടും ഡിസീസ് വീണ്ടും വരികയാണ്. അങ്ങനെ വരുന്നതിനെയാണ് റെമിറ്റിംഗ് റിലാപ്സിങ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് എന്താ, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താൽ തന്നെ പെട്ടെന്ന് വീക്ക്നെസ് ആവും വോളണ്ടറി മസിൽസ് ഫോളോയിങ് ഈവൻ സം കൈൻഡ് ഓഫ് മൈനർ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അതിനെയാണ് മയസ്തീനിയ ഗ്രാവിസ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് എൻ എക്വയർഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഓക്കെ, അത് ഓർക്കുക. അപ്പോൾ അവിടെ ഓട്ടോ ഇമ്മ്യൂൺ ആയതുകൊണ്ട് തന്നെ ആൻറ്റിബോഡീസ് ആരെ ഡിസ്ട്രോയ് ചെയ്യുന്ന അസറ്റൈൽ കൊളിൻ റിസെപ്റ്റർ, അത്ര ഓർക്കുക. ഓക്കെ, കമ്മിങ് ഓൺ ടു ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ഏത് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്? അത് ഇമ്പോർട്ടൻറ്റ് MCQ ആണ്, ഓർത്തിരിക്കണം. മയസ്തീനിയ ഗ്രാവിസിന് ഉപയോഗിക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത് സൈക്കോസ്റ്റിക്മിൻ ആണ്. ഓക്കെ, അപ്പോൾ സൈക്കോസ്റ്റിക്മിൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ആ ഡ്രഗ് അത്രയും നല്ലതാണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഈവൻ ബി യൂസ്ഡ് ആസ് ഡയഗ്നോസിസിനാണ് ഉപയോഗിക്കാൻ പറ്റും. അതായത് ആ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ മസിൽ വീക്കായിട്ടിരിക്കുമല്ലേ, ആ മസിലിന് വീണ്ടും തിരിച്ച് കുറച്ചുകൂടി ആക്റ്റീവ് ആവും.
ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പേഷ്യൻ്റ് നമുക്ക് ക്ലിനിക്കിൽ വരുവാണെങ്കിൽ ഈവൻ യു ക്യാൻ ഗിവ് ദിസ് ഡ്രഗ് ആസ് എ ടെസ്റ്റിംഗ് ഡോസ് പോലെ കൊടുക്കാം. ഓക്കെ, വെദർ ഈ മസ്കുലർ ആക്ടിവിറ്റി നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ, അതേപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ടോ നമുക്ക് നോക്കാനായിട്ട് എന്ത് ഉപയോഗിക്കാം, സൈക്കോസ്റ്റിക്മിൻ ഉപയോഗിക്കാം. അപ്പോൾ പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ conclude that the patient is having myasthenia gravis. Even you can go for a provisional diagnosis. Understood? അപ്പോൾ ഫൈനൽ അല്ല, provisional diagnosis. Clear? അപ്പോൾ ഡ്രഗ് ഓഫ് ചോയ്സസ് മയസ്തീനിയ ഗ്രാവിസ് ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണ്, സൈക്കോസ്റ്റിക്മിൻ. ക്ലിയർ? സോ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ മയസ്തീനിയ ഗ്രാവിസ് ഇസ് സൈക്കോസ്റ്റിക്മിൻ. അതൊരു ആൻറ്റി കോളിനെസ്റ്ററീസ് ആണ്. അപ്പോൾ അത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന എന്തിനാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ, എഫക്റ്റഡ് ആയിട്ടുള്ള മസിലിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, so now dealing with the last lesion, that is congenital facial diplegia or Mobius syndrome. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് MCQ ആവുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ടേം. മൊബിയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊബിയസ് സിൻഡ്രോം എന്താണെന്നായിരിക്കും മോസ്റ്റ് ഓഫ് ദ MCQയിൽ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ദേ വിൽ പുട്ട് ദാറ്റ് ടേം. ഓക്കെ, കൺജനൈറ്റൽ ഫേഷ്യൽ ഡൈപ്ലെജിയനാണ് മൊബിയസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഡെൻറ്റിസ്റ്റുകൾ കൂടുതൽ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഡിസീസാണ് മൊബിയസ് സിൻഡ്രോം. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഇസ് ഡെഫിഷ്യൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രേനിയൽ മസിൽസ്. മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രേനിയത്തിലെ മസിൽസിനാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫേസിൽ മസിൽസ് എഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ക്രേനിയം എന്ന് പറയുമ്പോൾ ഫേസ് ഇൻക്ലൂഡ് ആണല്ലോ. അപ്പോൾ ഫേഷ്യൽ ഡൈപ്ലെജിയ ഉണ്ടാവും. അതുപോലെ തന്നെ ബൈലാറ്ററൽ പാരാലിസിസ് ഓഫ് ഓക്കുലാർ മസിൽസ്, കണ്ണിൻ്റെ മസിൽസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി എഫക്റ്റ് ചെയ്യുന്ന മസിൽ എന്ന് പറയുന്നത് എബ്ഡ്യൂസൻസ് മസിൽസിനെയാണ്. ആൻഡ് ലോസ് ഓഫ് ഫങ്ഷൻ ഓഫ് മോട്ടോർ ക്രേനിയൽ നർവ്സ്. അപ്പം പാരാലിസിസ് ഒക്കെ, ഫേഷ്യൽ പാരാലിസിസ് ഒക്കെ സംഭവിക്കും. ഓക്കെ, സോ ദിസ് വാസ് ദ ലാസ്റ്റ് വൺ. അപ്പോൾ ഈ പാർട്ട് ടു ഡിസീസസ് ഓഫ് മസിൽസിന് നമ്മൾ ഡീൽ ചെയ്തത് വളരെ കുറച്ച് പോർഷനാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡിസീസസ് ഓഫ് മസിൽസ് വി ഡെൽറ്റ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ, ദ പ്രൈമറി മയോപ്പത്തീസും സെക്കൻഡറി മയോപ്പത്തീസും, അതുപോലെ തന്നെ ഡിസ്ട്രോഫീസ് എന്താണ്. അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ടൈപ്പ് സിവിയർ ജനറലൈസ്ഡ് ഫെമിലിയൽ മസ്കുലർ ഡിസ്ട്രോഫിയാണ്. അതോർക്ക് മയോട്ടോണിയാസ് 3 തരത്തിലുണ്ട്. മയോട്ടോണിയാസിൽ തന്നെ നമുക്കറിയാം കൺജനൈറ്റൽ ഫോമിനെയാണ് തോംസൺസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. മയസ്തീനിയ ഗ്രേവിസ് ഫെറ്റീഗബിലിറ്റി ഉണ്ടാവാണ് മസിലിന്, അത് ഓട്ടോ ഇമ്മ്യൂൺ ആണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ആൻറ്റിബോഡീസ് ആർ ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് ദ അസിറ്റൈൽകൊളിൻ റിസെപ്റ്റർ അറ്റ് ദ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഡ്രഗ് ഓഫ് ചോയ്സ് സൈക്കോസ്റ്റിക്മിൻ ആണ്. ആൻഡ് coming on to the last one, Mobius syndrome. Okay, Mobius syndrome affecting which one? The cranial muscles are involved. Okay, അപ്പോൾ ഫേസിൽ കാണുന്ന മെയിനായിട്ട് മസിൽസ് ഓക്കുലാർ മസിൽസിനാണ് എഫക്റ്റഡ് ആവുന്നത്. ആൻഡ് there you have weakness of the abducens muscle. Okay, clear? അപ്പോൾ താങ്ക്സ് a lot. Revise and solve MCQs. Clear?